ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ഇറാൻ പ്രത്യാക്രമണം തുടങ്ങുകയും ചെയ്തതോടെ ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ഇസ്രായേൽ സംഘർഷം നീണ്ടുപോയാൽ കുവൈത്ത് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ലക്ഷ്യമാക്കി ഇറാൻ 100ലേറെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന് കൈപ്പേറിയ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ബാധിക്കുകയും മേഖലയിൽ വ്യോമഗതാഗതവും വിദേശ വ്യാപാരവും ചരക്ക് നീക്കവും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഇറാൻ US ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയത്. ആണവ ചർച്ചകൾ പരാജയപ്പെടുകയോ അമേരിക്കയുമായി സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്താൽ മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നാസർസാദെ കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. കുവൈത്ത് ഉൾപ്പെടെയുള്ള മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്കൻ സൈനിക താവളത്തിന്റെ സാന്നിധ്യം ഉള്ളതും മേഖലയെ കൂടുതൽ സ്ഫോടനാത്മകമായ സ്ഥിതികളിലേക്ക് എത്തിക്കുന്നുവെന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇറാഖിലെ US എംബസി ജീവനക്കാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗികമായി ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുവൈത്തിലെ US എംബസി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും US അധികൃതർ തൽക്കാലത്തേക്ക് ഈ നീക്കം നിർത്തിവെച്ചു. ഇറാന് നേരെ ഇസ്രായേൽ പ്രത്യക്ഷമായും പരോക്ഷമായി ഇതിനു മുമ്പും പലവിധ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും സമാനതകൾ ഇല്ലാത്ത പ്രഹരമാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. ഇത് പ്രവാസികളെയും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും. അതേസമയം നിലവിലെ സാഹചര്യം മുൻനിർത്തി കുവൈത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ മതിയായ സംഭരണം ഉറപ്പുവരുത്തുന്നതിന് വാണിജ്യ മന്ത്രാലയം ഇന്ന് വ്യാപകമായ പരിശോധനകൾ നടത്തി. ജല വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളിൽ ഉൽപാദനത്തിന് തടസ്സങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുവാൻ ജലവൈദ്യുത മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മേഖല അശാന്തിയിൽ മുങ്ങിയതോടെ വ്യവസായിക ലോകം ആശങ്കയിലായി. സ്വർണ്ണവില കുതിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിലയിലും വൻതോതിൽ വർദ്ധിച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ പ്രവാസികളും ആദിയിലാണ്. നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരും നാട്ടിൽ നിന്ന് തിരിച്ചു ഗൾഫിലേക്ക് പോകാൻ തയ്യാറാകുന്നവരും പ്രതിസന്ധിയിലാകുമോ എന്നതാണ് ചോദ്യം. നിരവധി വിമാനങ്ങൾ ഇതിനിടെ താൽക്കാലികമായി റദ്ദാക്കി. ഇറാൻ വ്യോമപാത അടച്ചതാണ് ഒരു കാരണം. ഇറാഖും ഭാഗികമായി വ്യോമപാത അടച്ചു. ഇസ്രായേൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി. സമാധാനം പാലിക്കണമെന്ന് ഇന്ത്യയും GCC രാജ്യങ്ങളും യൂറോപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 78 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ ഒരു യുവതിയും കൊല്ലപ്പെട്ടു. ഇരുഭാഗത്തും കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.